ചില നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായ കുഴപ്പങ്ങൾക്ക് സാധ്യതയുള്ളൊരു ദിവസമാണ്. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലങ്ങളിൽ ആദ്യമായി അശ്വതി. മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തും. നിയമപരമായി ആനുകൂല്യങ്ങൾ ലഭിക്കും. ധനപരമായി നല്ല സമയം. അന്യദേശത്ത് നിന്നും ശുഭവാർത്തകൾ ശ്രവിക്കും. മറ്റുള്ളവർക്ക് ഉപദേശം നൽകാൻ കഴിവ് പ്രകടിപ്പിക്കും. അടുത്തത് ഭരണി നക്ഷത്രം. ശത്രുക്കളുടെ എതിർപ്പുകളെ അതിജീവിക്കും. വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് പുരോഗതി. യാത്രയിൽ അപ്രതീക്ഷിതമായ കണ്ടുമുട്ടലുകൾ ഉണ്ടാകാം. അകന്നു നിന്ന കല്യാണാലോചനകൾ വീണ്ടും സജീവമാകും. അടുത്തത് കാർത്തിക നക്ഷത്രം. കുടുംബസുഖം വർദ്ധിക്കും. സുഖാനുഭവങ്ങൾ ഉണ്ടാകും. പൊതുജനാനുകൂല്യം, അധികാരികളുടെ പ്രീതി, വരവിനേക്കാൾ ചിലവ് എന്നിവ വന്നേക്കാം. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. ബുദ്ധിശാലികൾ ആയിരിക്കും. ഒരവസ്ഥയും സ്ഥിരമായി നിൽക്കുകയില്ല. സ്വന്തം തീരുമാനങ്ങൾ കൂടെ മാറ്റുന്നതിന് യാതൊരു മടിയും കാണിക്കുകയില്ല. ചിലപ്പോൾ സാമ്പത്തിക ബാധ്യത വന്നു ചേരും. അടുത്തത് മകയിരം നക്ഷത്രം. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ ഐക്യം ഉണ്ടാകും. സന്താനഭാഗ്യം, ധനപ്രാപ്തി, ശത്രുജയം, മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുക, സുഖാനുഭവങ്ങൾ, പ്രമോഷൻ, രോഗശമനം എന്നിവ അനുഭവത്തിൽ വരാം. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. എതിർപ്പുകളെ ധീരമായി നേരിടണം. സ്ഥിരതയില്ലായ്മ പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഭീരുത്വം ഉണ്ടാകും. എങ്കിലും പുറമേ ധൈര്യം പ്രകടിപ്പിക്കും. സന്താനങ്ങൾക്കായി പണം ചിലവഴിക്കേണ്ടി വരും. ദൂരയാത്ര വേണ്ടിവരും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. സ്വന്തം ദേശം വിട്ടു താമസിക്കുവാൻ താല്പര്യമുള്ളവർ കോപം, കലഹം എന്നിവയ്ക്ക് അടിമപ്പെടരുത്. പിതാവിൻ്റെ രോഗാവസ്ഥയെ നേരിടേണ്ടി വരും. ആഡംബരഭ്രമം ധനച്ചെലവ് വരുത്തിവെക്കും. അഭിമാനക്ഷതം വരാതെ ശ്രദ്ധിക്കുക. അടുത്തത് പൂയം നക്ഷത്രമാണ്. സ്ത്രീകൾ മൂലം മാനഹാനി സംഭവിക്കാം. അടുത്ത ബന്ധുക്കൾ ശത്രുക്കളാകും. ചെറിയൊരു സംഗതി പോലും വിപരീതമായി വന്നാൽ വളരെ പെട്ടെന്ന് തളർന്നു പോകുന്ന അവസ്ഥയുണ്ടാകാം. പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ മിതത്വം പാലിച്ചില്ലെങ്കിൽ ഏറെ ബുദ്ധിമുട്ടും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേരിയ തോതിൽ മനപ്രയാസം ഉണ്ടാകാം. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. അന്യരോട് കയർത്ത് സംസാരിക്കും. ധനനഷ്ടം, കുടുംബകലഹം, വിവാഹ ജീവിതത്തിൽ കല്ലുകടി, യാത്രകൾ മാറ്റിവെക്കേണ്ട അവസ്ഥ എന്നിവ ഒക്കെ ഇന്നത്തെ ദിവസം വന്നേക്കാം. അടുത്തത് മകം നക്ഷത്രമാണ്. തൊഴിൽ നഷ്ടപ്പെട്ടാലും മറ്റൊന്ന് കണ്ടുപിടിച്ച് മുന്നേറും. നഷ്ടങ്ങളോ കഷ്ടതകളോ ഉണ്ടാകാം. ശത്രുക്കളുടെ പദ്ധതികളെ മുൻകൂട്ടി അറിഞ്ഞ് പ്രവർത്തിക്കണം. ഇല്ലാത്ത പ്രൗഢിയും പെരുമയും പുറമേ കാണിക്കും. ധനസമ്പാദനം ഒരു മുഖ്യ വിഷയമായി പരിഗണിക്കുകയും അതിന് ഏത് മാർഗവും അവലംബിക്കുകയും ചെയ്യുന്നതായിരിക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ കരുതൽ വേണം. ദേഷ്യം നിയന്ത്രിക്കുവാൻ സാധിക്കുകയില്ല. കുടുംബസുഖം കിട്ടില്ല. വ്യവഹാരങ്ങളിൽ പരാജയഭീതി. പ്രവൃത്തി നേട്ടത്തിന് കഠിനമായ പരിശ്രമം വേണ്ടിവരും. യാത്രാവേളയിൽ പണമോ വിലപ്പെട്ട രേഖകളോ നഷ്ടപ്പെടാതെ നോക്കണം. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. ഈശ്വരാധീനം കൊണ്ട് മാത്രമേ കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ സാധിക്കൂ. എതിർക്കുന്നവരെ കീഴ്പ്പെടുത്തും. ദമ്പതികളുടെ കാര്യത്തിൽ സുഖവും സമാധാനവും അനുഭവത്തിൽ വരും. ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം കിട്ടും. സഹോദരങ്ങളിൽ നിന്നും മനക്ലേശം ഉണ്ടാകും. അടുത്തത് അത്തം നക്ഷത്രമാണ്. സ്ത്രീകളെ ആകർഷിക്കുവാൻ കഴിവുണ്ടാകും. രാഷ്ട്രീയത്തിലും മധ്യസ്ഥതയ്ക്കും പറ്റിയവർ ആയിരിക്കും. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും. മറ്റുള്ളവരിൽ നിന്നും ക്ലേശകരമായ അനുഭവങ്ങൾ വരാം. കുടുംബപരമായി ഉള്ള അസ്വസ്ഥതകൾ കുറയും. മംഗല്യത്തിന് കാലതാമസമോ തടസ്സമോ നേരിട്ടിരുന്നവർക്ക് അവയൊക്കെ മാറും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. കലാപരമായ കാര്യങ്ങളിൽ നേട്ടം. വീട് പണി ആരംഭിക്കുകയോ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്യും. സുഹൃത്തുക്കൾ മുഖേന അംഗീകാരം. നിഗൂഢ ശാസ്ത്രങ്ങളിൽ ആഭിമുഖ്യം തോന്നും. സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകും. ആരോഗ്യപരമായി മികച്ച സമയമായിരിക്കും. ഉത്തരവാദിത്ത ബോധം കാണിക്കും. പലരും സഹായത്തിന് എത്തും. അടുത്തത് ചോതി നക്ഷത്രമാണ്. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും. സാമ്പത്തിക പ്രയാസങ്ങൾക്ക് കുറവ് വരും. ധനപരമായ ഉയർച്ച ഉണ്ടാകും. വിദ്യാവിജയം ഉണ്ടാകും. ദാമ്പത്യം സമാധാനപൂർണ്ണമാകും. മനസുഖം ലഭിക്കും. ധനലാഭം ഉണ്ടാകും. സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്നും അനുകൂലമായ നിലപാട് പ്രതീക്ഷിക്കാം. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. വിശേഷപ്പെട്ട ആഹാരം ലഭിക്കും. വിദേശവാസം ഗുണം ചെയ്യും. ധനപ്രാപ്തി ഉണ്ടാകും. ഔദ്യോഗികമായ ആനുകൂല്യങ്ങൾ ലഭിക്കും. സന്തോഷം നിറഞ്ഞ സമയമായിരിക്കും. വിവാദങ്ങളിൽ വിജയവും രോഗശാന്തിയും ഉണ്ടാകും. ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകും. ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ ലഭിക്കും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. സുഹൃത്തുക്കൾ വർദ്ധിക്കും. ക്ഷേത്ര ദർശനം നടത്തും. ജോലിസ്ഥലത്ത് ആനുകൂല്യം ഉണ്ടാകും. കാര്യങ്ങൾ അനുകൂലമാകും. പ്രവർത്തന വിജയം ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനം കളിയാടും.
സാമ്പത്തികമായി നേട്ടം കൈവരിക്കും. സർക്കാരിൽ നിന്നും അനുകൂലമായ അറിയിപ്പ് ലഭിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ പദ്ധതി നടപ്പിലാക്കും. സുഹൃത്തുക്കൾ മുഖേന അംഗീകാരം ലഭിക്കും. സുഖാനുഭവങ്ങൾ ഉണ്ടാകും. ആരോഗ്യ പരിപാലനം നടത്തും. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ധനപരമായ കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് നല്ല സമയം. കലാരംഗത്ത് വിജയസാധ്യത. അടുത്തത് മൂലം നക്ഷത്രമാണ്. നിഗൂഢശാസ്ത്രങ്ങളിൽ ആഭിമുഖ്യം തോന്നും. കുടുംബസുഖം, ബന്ധുഗുണം, പുതിയ സുഹൃത്തുക്കൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ മാറ്റം, താമസ സ്ഥലം മാറിപ്പോകേണ്ട അവസ്ഥ, യാത്രയിൽ ധനനഷ്ടം, വ്യവഹാരങ്ങളിൽ പരാജയഭീതി എന്നിവ അനുഭവത്തിൽ വരാം. അടുത്തത് പൂരാട നക്ഷത്രമാണ്. സ്ത്രീകൾ മൂലം ദുഃഖം, ചെലവ് ക്രമാതീതമായി വർദ്ധിക്കും. ധനനാശം അനുഭവത്തിൽ വരും. എപ്പോഴും കർമ്മനിരതനായിരിക്കണം. അലസത, കഷ്ടതകൾ എന്നിവ വരും. ഇഷ്ടമില്ലാത്ത തൊഴിൽ, വിഷയാസക്തി എന്നിവ മൂലം പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. മോശം കൂട്ടുകെട്ടുകളിൽ നിന്നും മോചനം നേടുവാൻ ആകും. അടുത്ത ഉത്രാടം നക്ഷത്രമാണ്. ചതിക്കപ്പെടുവാനോ വഞ്ചിതരാകുവാനോ സാധ്യത. വിശ്രമം ഇല്ലാതെ ജോലി ചെയ്യേണ്ടി വരും. മറ്റുള്ളവരുടെ വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കരുത്. അനാവശ്യമായ ദുർവാശി ഒഴിവാക്കുക. ഏത് കാര്യത്തിലും ജാഗ്രത വേണം. അടുത്ത തിരുവോണ നക്ഷത്രമാണ്. മുൻകോപം മൂലം ആപത്ത്, നിസ്സാര കാര്യങ്ങളാൽ ജോലിയിൽ കുഴപ്പങ്ങൾ, സാമ്പത്തിക കാര്യങ്ങളിൽ ജാമ്യം നിൽക്കരുത്. പ്രവൃത്തി നേട്ടത്തിനു വേണ്ടി കഠിന പരിശ്രമം വേണ്ടിവരും. പിതൃബന്ധുക്കളിൽ നിന്നും വിഷമാനുഭവങ്ങൾ ഉണ്ടാകാം. മാതാപിതാക്കൾക്ക് ആരോഗ്യകാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരാം. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കണം. ഉദരരോഗം മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരാം. വിലപിടിച്ച സംഗതികൾ മോഷണം പോകും. കുടുംബ ബന്ധങ്ങളിൽ അസ്വാരസ്യം ഉടലെടുക്കും. ചെലവ് വർദ്ധിക്കുമെങ്കിലും വരവും അതിനനുസരിച്ച് ഉണ്ടാകും. മാറാവ്യാധികൾ പിടിപെടാതെ ശ്രദ്ധിക്കുക. അടുത്തത് ചതയം നക്ഷത്രമാണ്. രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടരുത്. ബന്ധുക്കളിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടാകും. ഈശ്വരാധീനം കുറയും. അന്യരുടെ വാക്കുകൾ കേട്ട് എടുത്തുചാടി ഒന്നും ചെയ്യരുത്. പ്രണയകാര്യങ്ങളിൽ ദുഃഖം ഉണ്ടാകും. സംഭാഷണത്തിനിടയ്ക്ക് പെട്ടെന്ന് പ്രകോപിതരാകും. വിഷാദം വരാതെ ശ്രദ്ധിക്കണം. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. രഹസ്യ സ്വഭാവത്തിലുള്ള പ്രവൃത്തികൾ ഒഴിവാക്കുക. ദുർവാശി ഒഴിവാക്കുക. കുടുംബ സമാധാനം നശിപ്പിക്കാൻ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. സഹായിക്കാമെന്ന് ഏറ്റിരുന്നവർ വാക്ക് മാറ്റി പറയും. സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അരുതാത്തത് പ്രവർത്തിക്കരുത്. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. ശത്രുക്കളുടെ ഉപദ്രവം കൂടും. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി. സ്ത്രീകൾ സൗഭാഗ്യവതികളും ഈശ്വരവിശ്വാസികളും ആയി മാറും. സ്നേഹം നിറഞ്ഞ പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കും. സുന്ദര വസ്തുക്കളോടും ആഡംബര വസ്തുക്കളോടും താല്പര്യം വർദ്ധിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. ഉല്ലാസയാത്രകൾക്ക് തയ്യാറാകും. ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന സമയം. മുതിർന്നവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് ഗുണം ചെയ്യും. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കും. മറ്റുള്ളവരെ ദുഷിക്കുകയും അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ട് കുഴപ്പം വരുത്തിവെക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.